ഹായ്, ഐ ആം നദീറ, കറൻ്റ്ലി 4th മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെക്ടിക് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് എക്സാമാണ് ഫിസിയാട്രീൻ്റെ. അതിൻ്റോടൊപ്പം തന്നെ എനിക്ക് ഇൻറ്റേർണൽ മെഡിസിൻ്റെ വൈവാണ്. അപ്പോൾ ഇൻറ്റേർണൽ മെഡിസിൻ്റെ വൈവ് നമുക്ക് 4ാം തീയതി വരുന്നുണ്ട്. 5ാം തീയതി ഇൻറ്റേർണൽ മെഡിസിൻ്റെ ഫൈനൽ എക്സാമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒപ്പരം പഠിച്ച് എങ്ങനെ നമ്മൾ ക്ലാസ്സിലും പോകണേ, എല്ലാം കൂടെ എങ്ങനെ ചെയ്യണത് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻ്റെ ക്ലാസ്സാണുള്ളത്. ഇൻറ്റേർണൽ മെഡിസിൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ആ ക്ലാസ് ഉണ്ടാവില്ല. ഡെയിലി നമുക്ക് ഓരോ ടോപ്പിക്കിൽ വൈവ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോത്തിലാണ് വൈവ കൊടുക്കാനുള്ളത്. അപ്പം നല്ല ടൈറ്റ് വൈവായിരിക്കും. വെറുതെ ഒന്നും സാർ മാർക്കിട്ടില്ല. അത്രയും ഒരാളോട് തന്നെ ഒരു 10-15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സാർ ഒരു ഫൈനലൈസ് മാർക്ക് ഇടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞതിന് ശേഷം സാർ നമുക്കൊരു ബ്രേക്ക് തന്നെ. ഇങ്ങനെ ബ്രേക്ക് ആയപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്ന് പുതുക്കാനൊരാഗ്രഹം, പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കി കളിക്കണമെന്ന്. സ്പീഡ് ഇത് നോക്കാം നമുക്ക്. ഇങ്ങനെ ബേബി ഇങ്ങനെ അത്യാവശ്യം അറിയൂ. ഇങ്ങനെ മടക്കണം. ആഴ്ചയുടെ മുമ്പിൽ വെക്കണം. എല്ലാരും ഒരേ ലെവലിൽ വെക്കണം കേട്ടോ. ഇവിടെ ഒരേ ലെവലിൽ വെക്ക്. അങ്ങനെ അപ്പൊ കോമ്പറ്റീഷൻ ആണ്. റെഡി 1 2 3 ഫോൺ ഇടല്ലേ. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സിലേക്ക്. നമുക്കിന്ന് 6 മണി വരെ ക്ലാസ് ഉണ്ട്. പക്ഷെ നമ്മൾ 6 മണീൻ്റെ മുമ്പേ വയവ് കൊടുത്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മൾ വയവ് നേരത്തെ കൊടുത്തതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻ ഇന്നത്തെ വൈവ കഴിഞ്ഞ് ഇനി നമുക്ക് നാളെയും ഇതേ സബ്ജക്റ്റിൻ്റെ വൈവ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നാളെ നമുക്ക് ഫിസിയാട്രി എക്സാമുണ്ട്, ഫൈനൽ എക്സാമും. അപ്പം 2 സബ്ജക്റ്റാണ്, ഇൻറ്റേർണൽ മെഡിസിൻ്റെ വൈവയും ഫിസിയാട്രീൻ്റെ എക്സാമും. അപ്പം നമുക്ക് രണ്ടും ഇന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ സമയം 5 മണിയായി. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നാളത്തെ വൈവക്കുള്ളത് പഠിച്ചിട്ട് കംപ്ലീറ്റ് മഗ്‌രിബിന് ശേഷം കംപ്ലീറ്റ് നമുക്ക് ഫിസിയാട്രി പഠിക്കുക. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഞാൻ നിഞ്ച നേർഡിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഇൻറ്റേർണൽ മെഡിസിൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം നെഫ്രോട്ടിക് സിൻഡ്രം, ഇന്ന് നെഫ്രോട്ടിക് സിൻഡ്രം കഴിഞ്ഞ് നാളെ നമുക്ക് നെഫ്രൈറ്റിക് സിൻഡ്രം ആണുള്ളത്. വൈഫൈ പോയി ഗൈസ്, വൈഫൈ പോയി 1-ാം തീയതി ആയതുകൊണ്ട്. പിന്നെ എൻ്റെ നെറ്റും തീർന്ന്, അതുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യണം പോയി നെറ്റ്. അതുവരെ ഐ തിങ്ക് MCQ പഠിക്കാമെന്ന്. പക്ഷെ നമ്മൾ പ്ലാൻ വിചാരിച്ചപ്പോൾ നടന്നില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വൈഫൈ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഫ്രീ ആയതുകൊണ്ട് 1-ാം തീയതി പോയാലും 3-ാം തീയതി തിരിച്ചു വരുള്ളൂ. പക്ഷെ അത്രയും നേരം എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഫോണിൽ റീചാർജ് ചെയ്യാം. ഈ മെഷീനിൽ നമ്മൾ എത്ര പാക്കേജാണോ അത്ര എമൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റീചാർജ് ആവും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഇൻറ്റർനെറ്റിൻ്റെ വീഡിയോസ് കാണുന്നത്. ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കംപ്ലീറ്റ് ലെക്ചർ ഇരുന്ന് കാണും, കംപ്ലീറ്റ്ലി ഞാൻ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ അതിന് ശേഷം ഇവരുടെ തന്നെ നോട്ട് ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ടുണ്ടാകും. ആ നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ സമയം ലാഗ് ചെയ്യുന്ന പോലെ തോന്നും. അതായത് ഞാൻ ആദ്യം പോസ് ചെയ്ത് പിന്നെ നോട്ട് എഴുതി പിന്നെ എനിക്ക് മറന്നു പോകുന്ന കാര്യം വീണ്ടും റിവൈൻഡ് ചെയ്ത് കണ്ട് അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കൽ. അങ്ങനെ ഞാനൊരു 7 മണി വരെ പഠിച്ചു. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനൊരാഗ്രഹം. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആകും സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ എല്ലായിടത്തും ചെറി ബ്ലോസം ആണുള്ളത്. പല ടൈപ്പ് ഓഫ് ചെറി ബ്ലോസം. ലൈക്ക് ചിലതിൽ മൾബറി ഉണ്ടാകും, ചിലതിൽ നോർമൽ ചെറീസ് ഉണ്ടാകും, ചിലതിൽ ആപ്രിക്കോട്ട് ഉണ്ടാകും. നമുക്കറിയില്ലത് ഏത് ഫ്രൂട്ടാണ് ആയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള ഒരു പാർക്കുണ്ട്, സന്നത്ത് സറോയ് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെയും ചെറുതായിട്ട് ചൂടൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനൊരു ഡ്രിങ്ക് വാങ്ങി, പീപ്പിൾസ് എന്നൊരു ബോബ ടീ ആണ്. ഭയങ്കര ടേസ്റ്റാണ്, സ്ട്രോബെറി ഫ്ലേവറിലാണ് വരുന്നത്. എൻ്റെ 1 ഓഫ് മൈ ഫേവറേറ്റ് ആണത്.
കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയപ്പോഴാണെങ്കിൽ ഫുൾ എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ, അങ്ങനെ ലൈക്ക് ക്യാൻഡിൽസ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, റൂം ഡെക്കർ ഐറ്റംസ്. പക്ഷേ ഇതെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കതൊക്കെ വാങ്ങാം. അങ്ങനെ ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും കൂടെ വാങ്ങി. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയത് ഈ ഒരു സൺസ്ക്രീനാണ്. കാരണം ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ കണ്ണ് വരെ അടിച്ചു പോകുന്ന വെയിലാണ്. വിൻ്ററിൽ എത്രത്തോളം തണുപ്പുണ്ടോ അത്രത്തോളം ചൂടും വെയിലും സമ്മറിലും ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം സൺസ്ക്രീന് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് 3 ഒരു സൺസ്ക്രീനിൻ്റെ ചെറിയ ഒരു ഫ്രീ പീസും കൂടെ കിട്ടി. അത് നല്ല ഒരു സൺസ്ക്രീനായിരുന്നു. പിന്നെ ഈ ഒരു കെയോലിൻ ഫേസ് പാക്ക് എന്നും പറയാം. അതും ഇതുപോലെ തന്നെ ടാനൊക്കെ വരുമ്പോൾ മുഖം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിരുന്നു. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും വൈവ കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇന്ന് എൻ്റെ കുക്കിംഗ് ടേൺ ആണ്. അപ്പോൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ദോശയാണ്. ലൈക്ക് റവ ദോശയാണ്. റവ ആൻഡ് കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.